ഗൈസ്, അപ്പം നമ്മൾ ആമസോണിന് ഒരു ഇൻഡോർ പ്ലാന്റ് ഓർഡർ ചെയ്തായിരുന്നേ. അപ്പം ആമസോണിൽ ഉണ്ടായിരുന്നത് ഇതുപോലത്തെ പിക്ചറായിരുന്നു. അപ്പം ഞാനും മനസ്സിൽ വിചാരിച്ച പൂക്കളുള്ള പീസ് ലില്ലിയാണ് ചെടി. അപ്പം പൂക്കളൊക്കെ ഉള്ള സംഭവമായിരിക്കും എന്ന് വിചാരിച്ചാൽ 200 രൂപ കണ്ടു. 199 രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ് പറഞ്ഞിരുന്നത്. അപ്പം അതെ നമുക്ക് കിട്ടി. ഞാനിത് അൺബോക്സ് ചെയ്തിട്ടില്ല, ഇത് പൊട്ടിച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചെന്താ നിങ്ങളുടെ കൂടെ അൺബോക്സ് ചെയ്യാമെന്ന്. പക്ഷെ ചെറുതായിട്ട് ഞാൻ തുറന്ന് നോക്കി ചെറുതായിട്ട് ശശിയായിട്ടിരിക്കുകയാണ്. But then still, let's unbox. എനിക്ക് പണ്ട് ഇങ്ങനെ പീസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പീസ് ലില്ലി മേടിച്ചതായിരുന്നു. പീസ് പോയിട്ട് ഫുള്ള് പോലും കിട്ടുന്നില്ല. ഇപ്പൊ വന്നു കേട്ടോ, നിങ്ങൾ കേട്ടോ അപ്പൊ മനസ്സിലായോ? ഇഷ്ടപ്പെട്ടു. നാളെ ഇനി ഓഫീസിൽ പോയി എല്ലാരോടും പറയും ഈ ബിറ്റ്. കണ്ട എന്ത് ചെയ്യാനാ, ഞാനിപ്പോ വാ തുറന്ന കോമഡിയാന്ന ഏട്ടൻ പറയുന്നത്. നിങ്ങൾ എന്താ അഭിപ്രായം കമന്റിലൊന്നും അറിയിക്കണ്ട കേട്ടാ. എനിക്ക് പൊങ്കാല ഏറ്റു വാങ്ങാൻ വയ്യ. 1 2 പുല്ലാണോ ഇത്? ഷടാ 199. നമുക്കിനി വളർത്തിയെടുക്കാം. ഇത് ഞാൻ വളർത്തിയെടുക്കും. ഇതില് ഞാൻ പീസ് ലില്ലിയുടെ പീസിന്റെ പൂവ് ഞാൻ വരുത്തിയിരിക്കും. വന്നില്ലെങ്കിൽ ഞാൻ ഒട്ടിച്ചെങ്കിലും വെക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ 200 രൂപയ്ക്ക് പറ്റില്ല. ഞാൻ സത്യമായിട്ട് എന്തൊക്കെയോ പ്രതീക്ഷിച്ച്, എന്നെ പോലുള്ളവരാണ് നിങ്ങളെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ബുദ്ധിയുള്ളവർ വിചാരിച്ചാണ് ചെറിയ ചെടിയെ കിട്ടത്തുള്ളൂ എന്ന്. പക്ഷെ ഞാൻ വിചാരിച്ച പൂക്കളൊക്കെ ഉള്ള ചെടിയായിരുന്നു. ബട്ട് ദാറ്റ്സ് ഓക്കെ. അറ്റ്ലീസ്റ്റ് ഒറിജിനൽ ചെടിയല്ലേ, കുറച്ച് വളമൊക്കെ ഇട്ട് നമുക്ക് സെറ്റാക്കാം. ഇൻഡോർ പ്ലാന്റ് ആണെങ്കിൽ എന്താ, ഇതിനാവശ്യമുള്ള ന്യൂട്രീഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരില്ലേ വളർത്താം. അപ്പം ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇതുപോലത്തെ ചെടികളൊക്കെ മേടിക്കുമ്പോൾ ഞാൻ അപ്ഡേറ്റ്സ് തരാം. പക്ഷേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ അടുത്തൊരു പേജ് കണ്ടായിരുന്നു, ചെടികൾ വിൽക്കുന്ന പേജ്. അവിടെ നിന്ന് ഓർഡർ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് വരാം. Till then, ta-ta! Bye-bye!